തിരുവനന്തപുരം കളിയിക്കാവിള കൊലപാതക കേസിൽ പ്രതികൾ സഞ്ചരിച്ച കാർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പാറശാലയിലെ സർവീസ് സെന്ററിൽ നിന്നാണ് കസ്റ്റഡിയിലെടുത്തത്. സർവീസ് സെന്റർ ഉടമയെ പോലീസ് ചോദ്യം ചെയ്യുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് അഞ്ജു ജയപ്രകാശ് ചേരുന്നു. അഞ്ജു, ഇനിയും കൂടുതലായി പോലീസ് ഈ വിഷയത്തിൽ, ഈ കൊലപാതക കേസിൽ എന്തൊക്കെയാണ് അന്വേഷിക്കുന്നത്? ലക്ഷ്മി, ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട കുറ്റം ഈ കൊല നടത്തിയിട്ടുള്ള അമ്പിളിയെ ഈ കളിയിക്കാവിളയിൽ ഇറക്കിയത് ഈ സുനിലും കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ പ്രദീപ് ചന്ദ്രനും ചേർന്നായിരുന്നു. ഈ കാറ് ഇപ്പോൾ പോലീസ് കണ്ടെടുത്തിരിക്കുകയാണ്. പാറശാലയിലെ സർവീസ് സെന്ററിൽ നിന്നാണ് പോലീസ് ഈ വാഹനം കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഒപ്പം സർവീസ് സെന്റർ ഉടമയെയും പോലീസ് ഇപ്പോൾ ചോദ്യം ചെയ്തു വരികയാണ്. ഈ കൊല ചെയ്തതിന് ശേഷം ഈ അമ്പിളിയെ തിരികെ രക്ഷപ്പെടുത്താൻ വരുമെന്ന് പറഞ്ഞെങ്കിലും സുനിലും പ്രദീപ് ചന്ദ്രനും സ്ഥലത്തേക്ക് ചെന്നിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം സ്വിച്ച് ഓഫ് ആക്കി സുനില് ഇവിടെ നിന്ന് പോകുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നിലവിൽ പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരമനുസരിച്ച് സുനിൽകുമാർ സംസ്ഥാനം വിട്ടതായിട്ടുള്ള വിവരമാണ് പുറത്തേക്ക് വരുന്നത്. ഫോൺ സ്വിച്ച് ഓഫ് ആയതിനാൽ തന്നെ ഫോൺ ടവർ ലൊക്കേഷനുകൾ കേന്ദ്രീകരിച്ച് പോലീസ് ഇപ്പോൾ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. സുനിൽകുമാർ ഉടൻ പിടിയിലാവും എന്നും പോലീസ് പറയുന്നുണ്ട്. ഈ പ്രതികളെയൊക്കെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്താൽ മാത്രമേ ഈ കൊലപാതകത്തിന്റെ പൂർണ്ണ വിവരം അറിയാൻ സാധിക്കുള്ളൂ എന്നാണ് പോലീസ് പറയുന്നത്. കാരണം ഈ കുടുംബത്തിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഈ കൊല്ലപ്പെട്ട ദീപുവിന്റെ ഭാര്യയെ മൊഴി എടുത്തിട്ടുണ്ടായിരുന്നു. ഈ മൊഴി അടിസ്ഥാനപ്പെടുത്തിയാണെങ്കിൽ കൊല്ലപ്പെട്ട ദീപുവിന്റെ കയ്യിൽ കൂടുതൽ പണം ഉണ്ടായിരുന്നു എന്നതിന്റെ ചില വിവരങ്ങൾ കൂടി പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ പണം ഉൾപ്പെടെ എടുത്തിട്ടാണോ സുനിൽ സംസ്ഥാനം വിട്ടത് എന്നൊരു സംശയവും പോലീസിന്റെ മുന്നിൽ നിൽക്കുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ള അമ്പിളിക്കായിട്ടുള്ള കസ്റ്റഡി 5 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുകൊണ്ട് മജിസ്ട്രേറ്റിന് അപേക്ഷ നൽകിയിട്ടുണ്ട് പോലീസ്. വരും ദിവസങ്ങളിൽ ഈ കൂടുതൽ പ്രതികൾ, ഈ കൊലക്കുറ്റവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികൾ പിടിയിലായി ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തതിന് ശേഷം മാത്രമേ ഈ കൊല സംബന്ധിച്ചിട്ടുള്ള പൂർണ്ണ വിവരം പുറത്തേക്ക് പറയാൻ സാധിക്കുള്ളൂ എന്നൊരു നിഗമനത്തിലാണ് അന്വേഷണ സംഘമുള്ളത്. ലക്ഷ്മി, തിരുവനന്തപുരത്ത് നിന്ന് അഞ്ജു ജയപ്രകാശ്.